ശവങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളല്ല നമ്മുടെ തീരദേശമായ ഹാർബറുകളിൽ ആവശ്യം. അപ്പോൾ നിങ്ങൾ ശവങ്ങളെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ശരി തന്നെ, ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരം ഒരു കല്ലിലോ ഒരു പാറ ഇടുക്കിലോ അത് അകപ്പെടാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തീരത്ത് വന്ന് കയറും. അത് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ശരീരം കണ്ടുപിടിക്കാനല്ല ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സജ്ജീകരണം നമുക്ക് ആവശ്യം. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളി അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവനെ രക്ഷിക്കാനുള്ള സംവിധാനമാണ് ആവശ്യം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ പ്ലേ ചെയ്തൊന്ന് കാണിച്ചു തരാം, പൊതുജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ജൂലൈ 31 ഉണ്ടായ ആ കാറ്റ് കാരണം പല മത്സ്യത്തൊഴിലാളികളും കടലിൽ അകപ്പെട്ടു. അതിൽ മാക്സിമം ആൾക്കാർ രക്ഷപ്പെട്ടു തന്നെ വന്നു. അതിൽ ഒന്നോ രണ്ട് ആൾക്കാർ മരണപ്പെട്ടു. രണ്ടുപേരെ ഇതുവരേക്കും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ പെരുമാതുറ മുതലപ്പൊഴി ഷിജിന്റെ കുടുംബവും നമ്മുടെ പുല്ലുവള ജോൺ മത്യാസിന്റെ കുടുംബവും വാർത്താ ചാനലിനോട് പറയുന്ന കാര്യങ്ങൾ ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റൊക്കെ നമ്മുടെ കൂട്ടുകാർ വായിച്ചു കാണുമല്ലോ. അതായത് ഇവര് ഈ കമന്റ് എഴുതുമ്പോൾ ഇവര് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, ആ പാർട്ടി അനുകൂലിച്ചിട്ടുള്ള കമന്റുകളാണ് ഇതിന്റെ താഴെ വരുന്നത്. അപ്പോൾ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ആ കുടുംബം അവരുടെ സങ്കടം പറയുമ്പോൾ ഇത് മറ്റുള്ളവർ രാഷ്ട്രീയവൽക്കരണം ചെയ്യുകയാണ്. ആ വീഡിയോയുടെ താഴെ നമുക്ക് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്ക്. ജൂലൈ 31 ഉണ്ടായ കാറ്റ് കാരണം ഓഗസ്റ്റ് 1 രാവിലെ ഇവിടെ ആ കാഴ്ച കണ്ടിട്ട് വന്ന മത്സ്യത്തൊഴിലാളികൾ പല ആൾക്കാരും ഇവിടെ റെസ്ക്യൂ ബോട്ടായ വിഴിഞ്ഞത്ത് കിടക്കുന്ന ആംബുലൻസ് ബോട്ടിലെ ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ മുകളിലോട്ട് വിളിച്ചു ചോദിച്ചിട്ട് ബാക്കി പ്രോപ്പറായിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം പല രാഷ്ട്രീയക്കാരും ഈ ഓൺ ദ സ്പോട്ടിൽ വന്ന് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടാങ്കർ ലോറി നിറയെ ഡീസലുമായിട്ട് വന്നിട്ട് ഈ ആംബുലൻസ് ബോട്ടിൽ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി ഉള്ളിൽ ജീവന് വേണ്ടി പിടയുന്ന സമയം ഓൺ ദ സ്പോട്ടിൽ അവരെ പോയി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബോട്ടിന്റെ അവസ്ഥയാണ്. അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റം മാറ്റണം എന്നാണ് ആ കൊച്ചു പറയുന്നത്. 2017 കാലഘട്ടത്തിൽ ഓഹി വന്ന് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് അന്ന് മരണപ്പെട്ടത്. അതിനുശേഷം ഏകദേശം 8ഓളം വർഷം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനം ഓൺ ദ സ്പോട്ടിൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ പാർട്ടിയല്ല പറയുന്നത്, സർക്കാരിനെയാണ് പറയുന്നത്. പാർട്ടി മാറി മാറി വരും, പക്ഷേ സർക്കാരിനോടാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. നിങ്ങൾ ഈ ഓൺ ദ സ്പോട്ടിൽ റെസ്ക്യൂ നടത്താനുള്ള ഒരു ബോട്ടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിന് ഓടാനായിട്ട് പറ്റത്തില്ല. അത് കാരണമാണ് ഈ നമ്മുടെ മൺസൂൺ കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം വന്നപ്പം കൊല്ലം നീണ്ടകരയെന്ന് 2 ബോട്ടിനെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഴിഞ്ഞ ഹാർബറിനകത്തുകൊണ്ട് നിർത്തിയിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്ന ജൂലൈ 31 അവരുടെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കോസ്റ്റൽ പോലീസിലുള്ള സാറുമാരൊക്കെ വന്ന് നിർബന്ധിച്ചതിന് ശേഷമാണ് 3 ആൾക്കാരെ രക്ഷപ്പെടുത്തി ആ ബോട്ടാണ് കൊണ്ടുവന്നത്. ആഴിമല ശിവൻ എന്ന് പറയും, കേദാർനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 ബോട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങൾ, നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അവരെ നിങ്ങൾ പുച്ഛിച്ച് കളയേണ്ടതല്ല വേണ്ടത്. ഏതൊരു സന്ദർഭത്തിലും നിങ്ങൾക്കായിരുന്നാലും കരയിലായിരുന്നാലും ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ശരി തന്നെ, ഈ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് 1000 ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു ജീവിതം, ആ ഒരു ജീവൻ ഉൾക്കടലിൽ പെടയുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനവും നിർബന്ധമായിട്ട് നല്ലൊരു സംവിധാനം കൊണ്ടുവരിക. അത് തന്നെയാണ് പറയുന്നത്. ഇല്ലാതെ നിങ്ങൾ ഇതുപോലെ വീഡിയോയുടെ താഴെ വന്നിട്ട് ട്രോളിയിട്ട് ഏതൊരു കാര്യവുമില്ല. മത്സ്യത്തൊഴിലാളികൾ ശബ്ദിക്കുക തന്നെ ചെയ്യും. ഏകദേശം ഈ പറയാനുള്ള നമ്മുടെ കേരളത്തിന്റെ ടാക്സിന്റെ ഒരു വീതം നല്ലൊരു ശതമാനം കൊടുക്കുന്നത് തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് ഒരു റെസ്ക്യൂ നടത്താൻ പോകുന്ന സമയമേ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ 1-2 മത്സ്യത്തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്തുക. കാരണം അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കാറ്റിന്റെ ദിശയും കടലിന്റെ ഒഴുക്ക് അനുസരിച്ച് കാണാതായ ആ വള്ളമോ ആ വ്യക്തിയുടെ ശരീരമോ എവിടെയാണ് കണ്ടുകിട്ടാൻ സാധ്യതയെന്ന് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി എത്രത്തോളം വളർന്നാലും ശരി തന്നെ, നിങ്ങൾ അതിലൊരു നാണക്കേടും വിചാരിക്കാതെ 1-2 മത്സ്യത്തൊഴിലാളികളെ കൂടെ അതിലോട്ട് കയറ്റാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വേറെ ചെറു ബോട്ടുകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇവരെ കണ്ടുകിട്ടി കൊണ്ടുവരുന്ന സമയം ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉള്ളിൽ വെച്ചിട്ട് അയാളുടെ ശരീരമോ ഇല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു ബോട്ടോ കാര്യങ്ങളോ വലിച്ച് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് നേടാനായിട്ട് നമ്മുടെ ആ ഒരു ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റോ ശ്രമിക്കാതിരിക്കുക.